ലക്ഷ്മി അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ലായിരുന്നോ ഈ മസ്താനിക്ക് അവിടെ സംസാരിക്കാൻ? അപ്പം ഉള്ളിൻ്റെ ഉള്ളില് ഇത് കോണ്ടന്റ് ആക്കണം എന്നുള്ളൊരു ചിന്ത മസ്താനിക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതിന് കഴിഞ്ഞിട്ട് മസ്താൻ എന്നോട് പറയുന്നുണ്ട്, എടാ ഇത്ര വലിയ പ്രശ്നം ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു തന്നെ, നീ ആയിരുന്നെ കുറച്ചും കൂടി ഇതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്തതിന്, മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്തെന്ന് മസ്താനി പറഞ്ഞിട്ടുണ്ട്. വേറെ എത്രയോ പേരുണ്ടായിരുന്നു. വേറെ എത്രയോ പേരുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു ആംഗിളിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിലപ്പം അങ്ങനെ ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആയിരിക്കാം. ശരിക്കും മസ്താനി എന്ത് ഗെയിം പ്ലാനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നത്? എനിക്കൊന്ന് മസ്താനി വന്നതിൽ കുറെ ഇപ്പൊ ഞാൻ കണ്ട രീതിയിൽ മസ്താനി ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരാളെ പോലെ, എല്ലാത്തിനും മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലെ. ആദ്യ വീക്കിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ആദ്യ ദിവസങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ പോടാ, ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുമായിരുന്നു, മസ്താനിയുടെ ഒരു തഗ് സാധനമുണ്ട് പോടാ ഇങ്ങനെ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വന്നപ്പോൾ അതൊരു പേഴ്സണൽ അറ്റാക്കിലേക്ക് മാറി. ഇപ്പൊ എല്ലാവരുടെയും ഫാമിലിനെ പറയുക, അല്ലെങ്കിൽ രേണു സുധിയുടെ ഒരു വിധവാ കാർഡ് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുക. അതിനുശേഷം എനിക്കൊന്നു ഷാനവാസൻ ആണെന്ന് തോന്നുന്നു എന്തോ പറയുന്നുണ്ട്. പിന്നെ അപ്പാനി ശരത്തിനെ പറയുന്നുണ്ട്, വൈഫിന്റെ കാര്യം എന്തോ പറയുന്നുണ്ട്. അതൊക്കെ ഒരു പേഴ്സണൽ അറ്റാക്കിലേക്ക് പോയി. പിന്നെ മാത്രമല്ല ആള് പുറത്തെ കാര്യങ്ങൾ കുറെ അകത്ത് പറഞ്ഞു. കാരണം വൈൽഡ് കാർഡ്സ്, അതെ, എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ആർക്കും വാർണിംഗ് വന്നിട്ടില്ല. മസ്താനിക്കാണ് ഒരു 3-4 പ്രാവശ്യം വാർണിംഗ് വന്നു, പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് 3 പ്രാവശ്യത്തിൽ കൂടുതൽ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആളുടെ ഒരു പ്രൊവോക്കിംഗ് ആണ് സ്ട്രാറ്റജി തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ഭയങ്കര പേഴ്സണൽ